എന്നേശുനായകനേ, എപ്പോൾ വരും മൽപ്രിയനേ, എന്നേശുനായകനേ, എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങയെ ആശ്ലേഷിപ്പാൻ. എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. വിശേഷിച്ച് അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ നമുക്ക് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറെ ബലം പകരുന്ന അനുഗ്രഹീതമായ ഒരു ഭാഗമാണ്. മിക്കവാറുമൊക്കെ നമ്മൾ ഓർക്കുകയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ ഉരുവിടുകയും ഒക്കെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം. ആ 3 വാക്യങ്ങൾ പ്രാരംഭത്തിൽ ഒന്ന് വായിച്ച് നമ്മൾ അതിൽ നിന്ന് അല്പകാര്യങ്ങൾ പറഞ്ഞ് അധികം ദൈർഘ്യമാക്കാതെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ധാരാളം തവണ നമ്മുടെ ചിന്തകൾക്ക് വിഷയീഭവിച്ചിട്ടുള്ള ഒരു വേദഭാഗം തന്നെയാണ് ഇന്ന് പകലിലും നാം ഇവിടെ വായിച്ചത്. വേഗത്തിൽ ആയതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവന്ന അല്പകാര്യങ്ങൾ ഓർപ്പിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പരിശോധനയുടെ 6 വ്യത്യസ്ത രീതികൾ ഈ 66-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് 10 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ബൈബിളിൽ പ്രധാനമായിട്ട് 2 പദങ്ങൾ സമാനതകളുള്ളതായിട്ട് കിടപ്പുണ്ട്. ഒന്ന് പരിശോധന, 2 പരീക്ഷ. മലയാളം ബൈബിളിൽ അത് ഇടകലർത്തിയാണ് പലയിടത്തും പ്രസ്താവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പരിശോധന എന്നുള്ളത് ഒരർത്ഥത്തിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ്. നമ്മളെ കുറച്ച് കാണിക്കാനോ നമ്മെ താഴ്ത്തിക്കെട്ടാനോ വേണ്ടി അനുവദിക്കപ്പെടുന്നതൊന്നല്ല പരിശോധന എന്നുള്ളത്. എന്നാൽ ബൈബിളിൽ പലയിടത്തും ഈ പരിശോധന എന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ വരുന്നുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് കുറച്ചുകൂടി കൃത്യമായിട്ട് കാണാനായിട്ട് സാധ്യമാകുന്നുണ്ട്. പരീക്ഷ എന്നുള്ളതിന് ടെംപ്റ്റേഷൻ എന്നും പരിശോധന എന്നുള്ളതിന് ടെസ്റ്റ് എന്നുമൊക്കെയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. എന്നാൽ മലയാളം ബൈബിളിൽ അത് രണ്ടും കൂടി ഇടകലർന്നു വരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെന്തെന്നാൽ എന്നാണ്. അവിടെ യഥാർത്ഥത്തിൽ വരേണ്ടത് പരിശോധനയാണ്. ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പം മലയാളം ഭാഷയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടകലർത്തി പറയുന്നുവെങ്കിലും അതിന് അർത്ഥവ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ഓരോ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 22-ൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ടെസ്റ്റാണ്, പരിശോധിക്കുകയാണ്. പരിശോധന എപ്പോഴും എന്തിനായിരിക്കാം? കൊള്ളാകുന്നവരായി നമ്മളെ തെളിയിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിന് നമുക്കൊരു പ്രമോഷൻ തരാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ടെസ്റ്റ് നമുക്ക് അനുവദിക്കുന്നത്. എത്ര കണ്ട് കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചു. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ വാർഷിക പരീക്ഷ കഴിഞ്ഞ് പലരുടെയും റിസൾട്ട് കടന്നു വന്നു. ഒരർത്ഥത്തിൽ പരീക്ഷ എന്ന് പറയുന്നുവെങ്കിലും അവർ പഠിച്ച കാര്യങ്ങൾ എത്ര കണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി, ബോധ്യപ്പെടാൻ പറ്റി, പഠിച്ചത് വല്ലതും അവരുടെ തലയിലോട്ട് കയറിയിട്ടുണ്ടോ, അവരെ അടുത്ത ക്ലാസ്സിലോട്ട് കയറ്റിവിടാൻ അവർ പ്രാപ്തിയുള്ളവരായോ എന്നറിയാൻ വേണ്ടിയാണ് അവർക്ക് പരീക്ഷയുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു പരീക്ഷയല്ല, അതവരെ ടെസ്റ്റ് ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്. അപ്പം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കുറഞ്ഞ വശം ബൈബിളിൽ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മളെ ശുദ്ധീകരിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു പ്രമോഷൻ തരാൻ, അല്ലെങ്കിൽ
നമ്മെ തികവുള്ളവരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ബൈബിളിൽ ടെസ്റ്റുകൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിലെ ദൈവത്തിന്റെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അബ്രഹാം അടുത്ത ഒരു ലെവലിലോട്ട് കയറുകയാണ്. നമ്മൾ ആ പുസ്തകം, ആ ചാപ്റ്റർ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് ബോധ്യപ്പെടുവാനായിട്ട് പറ്റും. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം, മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായം, ഇവിടെയും യേശു കർത്താവിനെ സാത്താൻ പരീക്ഷിച്ചു എന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെയും കൊടുത്തിരിക്കുന്ന പദം പരീക്ഷ എന്നാണ്. പക്ഷേ അവിടെ ടെസ്റ്റ് അല്ല നടന്നത്, അതൊരു ടെംപ്റ്റേഷൻ ആയിരുന്നു. യേശുവിനെ പ്രലോഭിപ്പിക്കുകയായിരുന്നു. ആ മേഖലകളെ യേശു കർത്താവ് അതിജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കലും നമ്മളെ പ്രലോഭിപ്പിക്കത്തില്ല. ദൈവം എപ്പോഴും നമ്മളെ ടെസ്റ്റ് ചെയ്യും. എന്തിന്? നമ്മയുടെ അടുത്ത ഒരു ലെവലിലാക്കാൻ, നമ്മളിൽ ആഴമായ ഒരു ശുദ്ധീകരണം നടത്താൻ, നമ്മെ ഏതൊക്കെയോ മേഖലകളിൽ തികവുള്ളവരാക്കാൻ ദൈവം അനുവദിക്കുന്ന ടെസ്റ്റുകൾക്കായി നമ്മുടെ കർത്താവിന് നമ്മൾ നന്ദി പറയാൻ ബാധ്യസ്ഥരാണ്. കുറച്ചുകൂടി ലളിതമായിട്ട് ഈ രണ്ട് വസ്തുതകളെ പറഞ്ഞാൽ, പരിശോധന എന്നുള്ളത് പുറത്തുനിന്ന് ആരംഭിച്ച് അകത്തെ ശുദ്ധീകരിക്കും. എന്നാൽ പ്രലോഭനം എന്നുള്ളത് അകത്തുനിന്ന് ആരംഭിച്ച് അകത്തെ മലിനപ്പെടുത്തി പുറത്തെ കഷ്ടത്തിലാക്കുന്ന ഏർപ്പാടിനാണ് പ്രലോഭനം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. പരിശോധനയെ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചാൽ, പരിശോധന പുറത്തുനിന്ന് ആരംഭിക്കും. പുറത്തുനിന്ന് ആരംഭിച്ച് നമ്മുടെ അകത്തെ മനുഷ്യനിൽ ഒരു ശുദ്ധീകരണം വരുത്തും. എന്നാൽ പ്രലോഭനം നേരെ തിരിച്ചാണ്. പ്രലോഭനം അകത്തുനിന്ന് ആരംഭിച്ച് നമ്മുടെ അകത്തെ മലിനപ്പെടുത്തി പുറത്തെ കഷ്ടത്തിലാക്കുന്ന ഏർപ്പാടാണ്. എന്നാൽ ദൈവം ഒരിക്കലും നമ്മളെ പ്രലോഭിപ്പിക്കുന്നില്ല. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളിൽ ആരെയെങ്കിലും ദൈവം എവിടെയെങ്കിലും പരിശോധിക്കുന്നെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിന്ന നിലയിൽ തന്നെ നിൽക്കാനല്ല, നമ്മെ അടുത്ത ഒരു ലെവലിലോട്ട് കയറ്റുന്നതിന്റെ ഭാഗമാണ്. നമുക്കൊരു പ്രമോഷൻ നൽകുന്നതിന്റെ ഭാഗമാണ്. നമ്മെ ഒന്നുകൂടി ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പരിശോധനയുടെ അകത്ത് ക്ഷീണിക്കരുത്. മടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകുമെങ്കിലും തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി പരിശോധനയിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആൾ മാറിയവനെ പോലെ അവൻ പുറത്തു വരാൻ നമ്മുടെ കർത്താവ് അനുവദിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പത്രോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു: പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഈ അഗ്നി പരിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവീൻ. അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിലോട്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ ദൈവത്തിന് താല്പര്യമുള്ളതിന്റെ ഭാഗമായിട്ടാണ് ചില പരിശോധനകൾ ദൈവം നമുക്ക് അനുവദിച്ച് നൽകുന്നത്. അത്തരത്തിലെ പരിശോധനയുടെ ഒരു 6 തലമാണ് ഈ 66-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ഒന്നാമത്തെ ടെസ്റ്റിന്റെ വഴി, വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ എന്ത് ചെയ്യുന്നു? ഊതി കഴിക്കുന്നു. രണ്ടാമത്തത്, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. മൂന്നാമത്തത്, ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചു. നാലാമത്തത്, മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. അഞ്ചാമത്തത്, തീയിൽ കൂടിയുള്ള ഒരനുഭവം. ആറാമത്തത്, വെള്ളത്തിൽ കൂടിയുള്ള അനുഭവം. ഇങ്ങനെ 6 വ്യത്യസ്ത പരിശോധനയുടെ രീതിയിൽ കൂടിയാണ് ഇവിടെ ആ ഭക്തനെ കടത്തിവിടുന്നത്. പരിശോധന കൊണ്ട് അങ്ങനെ അങ്ങ് തീർന്നില്ല. അടുത്ത വാക്യത്തിൽ നാം കാണുന്നുണ്ട്, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നിൻ്റെ പരിശോധനകളുടെ അകത്ത് ഹൃദയമുടഞ്ഞ, മനസ്സ് തകർന്ന, ശരീരത്തിൽ വല്ലാതെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഉറയ്ക്കുക. നിങ്ങളെ കുറയ്ക്കാനല്ല, നിങ്ങളിൽ എന്തൊക്കെയോ വർദ്ധിപ്പിക്കാൻ, നിങ്ങളെ താഴ്ത്തിക്കെട്ടാനല്ല, നിങ്ങളെ അടുത്ത ഒരു ലെവലിൽ എത്തിപ്പെടാൻ, നിങ്ങളെ എത്തിക്കുവാൻ ദൈവത്തിന് താല്പര്യമുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്
ഇന്നത്തെ ശോധനകളൊക്കെ നമ്മുടെ മാറ്റ് കുറയ്ക്കുന്നതല്ല, ആത്മീക ജീവിതത്തിൽ നമ്മുടെ മാറ്റ് കൂട്ടുന്ന അനുഭവങ്ങളാണെന്ന് അകത്തളത്തിൽ തിരിച്ചറിയാൻ ഒരു ക്രിസ്തു ഭക്തന് കഴിയുമ്പോൾ നേരിടുന്ന പരിശോധനയുടെ അകത്തും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവൻ പ്രാപ്തനാകുന്നത്. നാം നമ്മെക്കുറിച്ച് വിചാരിക്കുന്നതിനേക്കാൾ ഉന്നതമായ ചില പദ്ധതികൾ ദൈവത്തിന് ഇന്ന് പകൽ നമ്മെക്കുറിച്ചുണ്ട്. ആരൊക്കെയോ നമ്മളെക്കുറിച്ച് കണ്ടുവച്ച സ്വപ്നങ്ങളെക്കാൾ അപ്പുറം നമ്മുടെ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഈ ശോധന കഴിയുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വപ്ന പദ്ധതിയിൽ എത്തുമെന്ന്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നടന്നെടുക്കുമെന്ന്, ഞാൻ ദൈവം എന്നിൽ പ്രതീക്ഷിക്കുന്ന ശുദ്ധീകരണം എന്നിൽ പൂർത്തീകരിക്കപ്പെടുമെന്ന്, ദൈവം എന്നെ അടുത്ത ഒരു ലെവലിലോട്ട് എത്തിക്കുമെന്ന് വിശ്വാസമുള്ള എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനകളൊന്നും അബദ്ധത്തിൽ സംഭവിച്ചതല്ല. ദൈവത്തിന്റെ അറിവോടുകൂടി, ദൈവത്തിന്റെ അനുമതിയോടുകൂടി എൻ്റെ ദൈവം അനുവദിച്ചതാണെന്ന തിരിച്ചറിവ് ഇന്ന് പകൽ അകത്ത് പ്രാപിച്ച ആരും പരിശോധനയ്ക്കകത്ത് മൗനമായിരിക്കേണ്ട കാര്യമില്ല. ആദരം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇന്നിന്റെ പരിശോധനകൾക്ക് അപ്പുറത്ത് ദൈവം നമ്മിൽ കണ്ട ചില ദൈവപ്രവൃത്തികൾ പ്രകടമാക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശദീകരിച്ച് പറഞ്ഞു പോകാനായിട്ടുള്ള സമയം ഇന്ന് നമുക്ക് ഇല്ല. അതുകൊണ്ട് വേഗത്തിൽ ഈ കാര്യത്തിലേക്ക് വന്ന ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, വെള്ളി ഊതി കഴിക്കുമ്പോൾ നീ ഞങ്ങളെ എന്ത് ചെയ്തു? അപ്പൊ ക്രിസ്തീയ പരിശോധനകൾ വെള്ളിയും പൊന്നും ഒക്കെ തീക്കകത്ത് ഇട്ട് ശോധന ചെയ്യുന്നതിന് തുല്യമാണ്. അതാണല്ലോ പത്രോസും പറഞ്ഞിരിക്കുന്നത്, അഗ്നിശോധനയെങ്കിൽ. വാക്യം ഒത്തിരി വേറെ വാക്യങ്ങളുണ്ട്. മലാക്കി പ്രവചനത്തിൽ വാക്യമുണ്ട്, യെശയ്യാപ്രവചനത്തിൽ വാക്യമുണ്ട് ശോധനയെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതെല്ലാം ഇപ്പോൾ ഈ സമയമില്ലാത്ത സമയത്ത് അതെല്ലാം കൂടി ആവർത്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ആദ്യം ഒരു ക്രിസ്തു ഭക്തന്റെ പരിശോധനയുടെ തലം ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് നമ്മളെ ഉലയിലാകും. എല്ലാവർക്കും ഒന്ന് പറയാമോ? ഉലയിലെ പരിശോധന. ഈ വെള്ളിയും പൊന്നുമൊക്കെ തീക്കകത്തിട്ട്, വെള്ളിയുടെ കാര്യത്തെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. 12-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. ഒന്ന് തീക്കകത്തോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് ഇഞ്ഞെടുക്കുകയല്ല, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ എന്നാണ്. പല വാക്യങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പല വാക്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടാകാം. അതൊക്കെ നിങ്ങൾ കുറിച്ചിട്ട് കൊള്ളുക. 12-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ. ഒരു മിനിറ്റ്, അതിന്റെ ഒരു വാക്യം കൂടെ, 6-ാമത്തെ വാക്യം. യഹോവയുടെ വസനങ്ങൾ നിർമ്മല വസനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. വെള്ളിയുടെ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ 1-ഓ 2-ഓ വട്ടത്തെ ശോധന കൊണ്ട് തീരത്തില്ല. ഇവിടെ പറയുന്നു, നിലത്തെ ഉലയിൽ 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യത്തിലെ വാക്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകാം. വെള്ളിയിൽ നിന്ന് കീടം നീക്കിയാൽ തട്ടാന് എന്ത് കിട്ടും? ഒരു ഉരുപ്പടി കിട്ടും. അപ്പൊ ശോധന കഴിയുമ്പോൾ ഒന്ന് സംഭവിക്കുന്നത്, നമ്മുടെ പേര് മാറും. അവിടെ ശ്രദ്ധിച്ചേ, പേര് മാറും, നമ്മുടെ നിലവാരം മാറും, നമ്മെ കൊണ്ടുള്ള ഗുണം മാറും, ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വെള്ളി ശോധന കഴിക്കുന്നത് 7 പ്രാവശ്യം അതിനെ എന്ത് ചെയ്യും? ഉലയിലിട്ട് ഉരുക്കിയാണ് അതിനകത്തെ കീടം മാറ്റുന്നത്. ആഴത്തിൽ വേര് പിടിക്കപ്പെട്ട ചില പ്രകൃതങ്ങൾ, ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കഴുകിയിറക്കുകയല്ല. ചില ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അയക്കുന്നത്, കഴുകിയാൽ പോകാത്തത് ചിലത് ശോധനയ്ക്കകത്തുകൂടി ഉരുക്കിയാണ് ദൈവം പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ, കഴുകിയാൽ പോകാത്ത ചിലത്, അകത്ത് വേരി പിടിച്ച ചിലത്, നമ്മുടെ സ്വഭാവത്തിൽ കടന്നു കയറിയ ചിലത് നാം നോക്കിയിട്ടും പുറത്തു പോകുന്നില്ലെങ്കിൽ, ഒരു പക്ഷേ ഉലയ്ക്കകത്ത് വെള്ളിയിട്ട് 7 പ്രാവശ്യം ശോധന ചെയ്യുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ചില പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുമ്പോൾ ശ്രദ്ധിച്ചേ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ആകാശത്തോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നാം. എങ്ങുമെങ്ങും ഇതൊരു ഫലകരമാകാത്തത് പോലെ തോന്നാം. പ്രിയപ്പെട്ടവരെ, അത് പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല,
ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ശുദ്ധീകരണം നമ്മളിൽ കൃത്യമാകുന്നതുവരെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ചില ശോധനകൾ വന്നുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മളിൽ നിന്ന് ഉരുകി ഇറങ്ങേണ്ട എന്തൊക്കെയോ നമ്മളിൽ അവശേഷിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ആവർത്തിച്ചുള്ള ശോധനകൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ പിശാചിനെ കുറ്റം പറയരുത്, ദൈവത്തോട് പരാതി പറയരുത്. പിന്നെ നമ്മുടെ വ്യക്തിപര ജീവിതത്തെ ഒന്ന് സ്വയശോധന ചെയ്ത് നമ്മിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ആ ശോധനകളുടെ അകത്ത് ദൈവകരത്തിലേക്ക് നമ്മുടെ ആളത്വത്തെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്ത് ദൈവം ഉദ്ദേശിക്കുന്ന ശുദ്ധീകരണം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഉലയ്ക്കകത്തു നിന്ന് തമ്പുരാൻ നമ്മെ പുറത്തെടുക്കും. ഹല്ലേലൂയ. ഒന്ന്, വെള്ളി ഊതിക്കഴിക്കുമ്പോൾ. അപ്പോൾ ആദ്യത്തെ ശോധന ഉലയിലെ ശോധനയാണ്. രണ്ടാമത്തത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആദ്യത്തേത് ഉലയിൽ, രണ്ടാമത്തേത് വലയിൽ. കണ്ടോ, ഈ പദത്തിന്റെ സമാനതകൾ വരുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തങ്ങും. ഒന്ന് ഉലയിലെ ശോധന, രണ്ട് വലയിലെ ശോധന. പ്രൈസ് ദി ലോർഡ്. ഈ വലയിൽ അകപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അകപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെന്ന് കയറുന്ന കാര്യമല്ല. നമ്മുടെ അനുമതി കൂടാതെ നമ്മൾ പെട്ടുപോകുന്ന മേഖലകൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്തോത്രം. അകപ്പെട്ടു പോകുക എന്ന് പറയുന്നത്. ചെന്ന് കയറുന്ന സംഭവം അതല്ല. ചിലപ്പോൾ നമ്മൾ പറയാറില്ല, ഞാൻ അങ്ങോട്ട് ചെന്നു അവരുടെ കൂട്ടം അങ്ങ് പെട്ടുപോയി. അതെ, അത് മനഃപൂർവ്വമായി നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ മനസ്സറിവ് കൂടാതെ പലപ്പോഴും ദൈവം ചിലതിലൊക്കെ നമ്മളെ അകപ്പെടുത്താറുണ്ട്. ദൈവമാണ് അകപ്പെടുത്തിയതെങ്കിൽ അതിനകത്ത് ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാറ്റിനും നമുക്ക് നമ്മുടെ അനുമതി ചോദിച്ചിട്ടല്ല ദൈവം നമുക്ക് ശോധനകൾ അനുവദിക്കുന്നത്. കല്യാണത്തിന് ക്ഷണക്കുറി തന്ന് നമ്മെ ക്ഷണിക്കുന്നത് പോലെയോ മുൻപ് കൂട്ടി ഡേറ്റ് നമുക്ക് സൂചന തന്ന് ഒന്നുമല്ല ദൈവം നമ്മളെ ശോധനയിൽ കൂടി കടത്തിവിടുന്നത്. നമ്മൾ മനസ്സറിയാത്ത ചില വിഷയങ്ങളുടെ അകത്ത് ചിലപ്പം ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം അകപ്പെടുത്താറുണ്ട്. അനുമതി ചോദിച്ചാൽ നമ്മുടെ സമ്മതം ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ അനുമതിക്ക് കാത്തു നിൽക്കാതെ ചിലയിടത്തൊക്കെ ദൈവം നമ്മളെ അകപ്പെടുത്താറുണ്ട്. ദൈവമാണ് അകപ്പെടുത്തിയതെങ്കിൽ അതിനകത്ത് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം അതിനോടൊന്ന് ചേർത്ത് വെച്ചിട്ട് ഞാൻ വേഗത്തിൽ മുൻപോട്ട് വരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഹോശേയ പ്രവചനം 2-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹോശേയ പ്രവചനം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. താഴേക്ക് ആ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്തരമായ പദ്ധതി ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് എത്ര കനത്തതാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും. ഇവിടെ ശ്രദ്ധിച്ചേ, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പക്ഷേ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിന്റെ സാധ്യത്തിനു വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ മനസ്സറിയാത്ത ചില കാര്യങ്ങളിൽ കൂടി അവനെ കടത്തിവിടുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ അവിടെ ഒന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. വശീകരണം അങ്ങനെയാണല്ലോ. നമ്മുടെ വരുതിക്കൊരാളാകുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു നിലയിൽ കൂടി അവൻ അറിയാതെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതിനാണ് വശീകരണം എന്ന് പറയുന്നത്. ദൈവം അങ്ങനെ ഒരു കുശാഗ്ര ബുദ്ധിക്കാരനൊന്നുമല്ല. എങ്കിൽ കൂടി ഈ ജനതയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളതിന്റെ ഭാഗമായിട്ട് വിളിച്ചാൽ വരാത്ത മരുഭൂമിയിലോട്ട് ദൈവം മനസ്സറിയാത്ത ചില വിഷയങ്ങളുടെ അകത്ത് ദൈവം നമ്മളെ അകപ്പെടും. എന്തിനാ? അതൊരു ശോധനയുടെ 2-ാം ഘട്ടമാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് എന്ത് ചെയ്യും?
അപ്പൊ ഒന്നാമത്തെ നന്മ എന്താണ്? മരുഭൂമിയിലോട്ട് ദൈവം നമ്മളെ വശീകരിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഒന്നാമത്തെ ഗുണം, നമ്മളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. ഹൃദ്യമായിട്ട് സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന് വെച്ചാൽ എന്താ അതിനകത്ത് മനസ്സിലാകുന്നത്? അതരത്തിൽ നിന്നുള്ള സംഭാഷണമല്ല, അകത്തുനിന്ന് വരുന്ന അല്പം ഗൗരവമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ആ ജനതയോട് സംസാരിക്കാൻ, എൻ്റെ ദൈവത്തിന് അവരെ ഒന്ന് തനിയെ കിട്ടേണ്ടതിന് ആരും പോകാത്ത മരുഭൂമിയിലോട്ട് ദൈവം വശീകരിച്ച് കൊണ്ടുപോയത് അവിടെ ഇട്ട് അവളെ തല്ലിപ്പഴിപ്പിക്കാനല്ല, പിന്നെയോ ദൈവത്തിന് അവളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരുഭൂമിയിലോട്ടൊന്നും ആരും മനസ്സോടുകൂടി പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമില്ല. വെള്ളത്തിൻ്റെ അപര്യാപ്തതയുള്ള, ആഹാരത്തിൻ്റെ അപര്യാപ്തതയുള്ള, മണൽക്കാറ്റുകളുള്ള, എന്തിനേറെ തണലില്ലാത്ത, അഗ്നിസർപ്പങ്ങളുള്ള, തേളുള്ള മരുഭൂമിയിലോട്ടൊന്നും മനഃപൂർവ്വം ആരും കടന്നു പോകത്തില്ല. ഇത്തരത്തിലെ മരുഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങൾ ദൈവം ഈ ജനതയ്ക്ക് അനുവദിച്ച് അവരെ അങ്ങോട്ട് വശീകരിച്ചു കൊണ്ടുപോയത്, അവരെ കൊണ്ടുപോയപ്പോൾ അവർക്കറിയാൻ പറ്റിയില്ല. പക്ഷേ പിൽക്കാലം താഴോട്ട് വാക്യം വായിച്ചു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഒന്ന്, ഹൃദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരിടമാക്കിയ ദൈവം ആ മരുഭൂമിയെ മാറ്റിയത്. രണ്ടാമത്തെ കാര്യം അവിടെ തന്നെയുണ്ട്. അവിടെ നിന്ന് ഞാൻ അവൾക്ക് എന്ത് കൊടുക്കും? മുന്തിരിത്തോട്ടം കൊടുക്കും. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടി കൃത്യമാണ്. ഐ വിൽ ഗീവ് ഹെർ വൈനിയാർഡ്സ് ദെയർ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടം എന്ത് ചെയ്യും? കൊടുക്കും. എന്ന് വെച്ചാൽ മരുഭൂമിയിലോട്ട് വശീകരിച്ച് കൊണ്ടുപോകുന്നത് വല്ലോന്റെയും മുന്തിരിത്തോട്ടം തരാൻ, നിനക്ക് നഷ്ടപ്പെട്ട ജലമുണ്ട്, ആ നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടത്തെ നിന്റെ കരത്തിൽ തന്നെ തിരികെ തരാനാണ് ദൈവം നിനക്ക് ചില മരുഭൂമികൾ അനുവദിക്കുന്നത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? വല്ലോന്റെ ഒന്നും മുന്തിരിത്തോട്ടം, വല്ലോന്റെ ഒന്നും അവകാശം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഇന്നലകളിൽ നാം അനുഭവിക്കേണ്ട ഏതൊക്കെയോ നമ്മളിൽ നിന്ന് എങ്ങനെയോ കൈമോശം വന്നു പോയിട്ടുണ്ട്. അതിനെയും തിരികെ കിട്ടുമോ എന്നുള്ള ആശങ്ക പലർക്കുമുണ്ട്. പക്ഷെ ദൈവത്തോട് പറയുക, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവിടെ വെച്ച് അവളോട് സംസാരിക്കും. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടം കൊടുക്കും. നിങ്ങളുടെ മരുഭൂമിക്കപ്പുറം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില മുന്തിരിത്തോട്ടങ്ങൾ എന്ന് വെച്ചാൽ അക്ഷരികമായി മുന്തിരിത്തോട്ടത്തിന്റെ കാര്യമല്ല, നിങ്ങൾ അനുഭവിക്കേണ്ടത്, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ അവകാശത്തിന്റെ അകത്ത് കിടന്നത് എവിടെയെങ്കിലും പൊട്ടിത്തൂവിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങളിൽ നിന്ന് അന്യാടിനെ പൊത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശോധനകളുടെ അപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തെ മടക്കി തരാൻ എന്റെ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവിടെ നിൽക്കുന്നത് അടുത്ത ഭാഗത്തോട്ട് വരട്ടെ. പ്രത്യാശയുടെ വാതിലായിട്ട് എന്ത് കൊടുക്കും? ആഗോർ താഴ്വരയിൽ ആകാൻ കല്ലുകൾ കൊണ്ട് പിടഞ്ഞു വീണ, ആകാന്റെ മേൽ കൽക്കൂന തീർത്ത സ്ഥലമാണ് ആഗോർ താഴ്വര. ആഗോർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ജനത്തിന് പേടി വരും. എന്താണ് കാരണം? ഒരു തെറ്റ് ചെയ്ത് അത് മറച്ചു വെച്ച് അവനെ ഒടുക്കം പിടിച്ച് എല്ലാവരും കൂടി അവനെ താഴ്വരയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ആളുകളെല്ലാം അവൻ്റെ മേൽ കല്ലെറിഞ്ഞ് അവിടെ ഒരു കൽക്കൂന തന്നെ ഉണ്ടായി. അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു താഴ്വരയായിട്ടാണ് ആഘോർ ഇസ്രായേൽ മക്കളുടെ ഒക്കെ മനസ്സിൽ കയറി കിടക്കുന്നത്. പക്ഷേ ഇവിടെ ദൈവം പറയുന്നു, പ്രത്യാശയുടെ വാതിലായി ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? ആഘോർ താഴ്വരയെ തരും. പേടിപ്പെടുത്തുന്ന ചില താഴ്വരകളെ പ്രത്യാശയുടെ താഴ്വരകളാക്കി രൂപാന്തരപ്പെടുത്താൻ നിന്റെ മരുഭൂമിയിൽ ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്, നീ അഭിമുഖീകരിക്കുവാൻ പേടിപ്പെട്ട, നീ ഫേസ് ചെയ്യാൻ ധൈര്യം ക്ഷയിച്ചു പോയ ചിലതിനെ പ്രത്യാശയുടെ വാതിലാക്കി മാറ്റിമറിക്കാൻ എന്റെ കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. പേടിപ്പെടുത്തുന്നതിനെ പ്രത്യാശയുടെ മേഖലയാക്കി മാറ്റാൻ എന്റെ കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മുടെ മരുഭൂമിക്കകത്ത് ഇങ്ങനെ കുറെ മാറ്റങ്ങൾ നമ്മുടെ കർത്താവിന് തരാനായിട്ട് പറ്റും. അപ്പൊ ഒന്ന്, ഹൃദ്യമായിട്ട് സംസാരിക്കും. രണ്ട്, നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടത്തെ മടക്കി തരും. മൂന്ന്, പേടിപ്പെടുത്തുന്ന ആഘോറിനെ പ്രത്യാശയുടെ വാതിലാക്കി ദൈവം മാറ്റിത്തരും. നാലാമത്തെ കാര്യം, അവർ യൗവനകാലത്തിലെ പോലെയും ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധവയാകും.
മരുഭൂമിയിലെ പ്രത്യേകത എന്താണ്? പണ്ടത്തെ പോലെ അവൾക്ക് ദൈവത്തോട് എന്തുണ്ടാകും? ഒരു വിധേയത്വം ഉണ്ടാകും. നിങ്ങൾ ആ ഭാഗം വായിച്ചു. അവൾ ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെ പോലെ എന്താകും? വിധേയൻ. അവളെ ആ നിലയിൽ ഡിപ്പെൻഡബിൾ ആക്കാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇപ്പൊ ഇസ്രായേലിനെ ആലങ്കാരിക ഭാഷയിൽ, പുതിയ നിയമ ഭാഷയിൽ നമ്മൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ആര്? സഭ. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. യേശു കർത്താവ് മണവാളൻ. യേശു കർത്താവിന്റെ മണവാട്ടി ആരാ? സഭ. അപ്പം നമ്മൾ ക്രിസ്തുവിന്റെ മണവാട്ടി പദത്തിലാണ്. ഇതുപോലെ പഴയ നിയമത്തിൽ യഹോവയുടെ ഭാര്യ പദവി എന്നുള്ള നിലയിൽ, ഇത് അക്ഷരാർത്ഥത്തിൽ ചിന്തിക്കരുത്, ആലങ്കാരിക പദപ്രയോഗത്തിലാണ് ഇസ്രായേലിനെ ആ നിലയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. യിരെമ്യാ പ്രവചനം 2-ാമത്തെ അധ്യായം. സമയക്കുറവ് മൂലം വാക്യങ്ങൾ പലതിലോട്ടും നമുക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. 2-ാമത്തെ വാക്യം 2:2 വായിച്ചേ. യിരെമ്യാ പ്രവചനം 2:2. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയെയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ നിശ്ചയിച്ച നാളിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇത് ആരെ കുറിച്ചുള്ള പരാമർശമാണ്? ഇസ്രായേലിനെ കുറിച്ചുള്ള പരാമർശമാണ്. അപ്പൊ ഭർത്താവും ഭാര്യയും എന്നുള്ള നിലയിൽ ബൈബിളിലെ എല്ലാ അക്ഷരാർത്ഥത്തിൽ ആലങ്കാരിക പദപ്രയോഗത്തിൽ ആശയത്തെ വ്യക്തമാക്കുകയാണ്. അപ്പോ ഈ നിലയിൽ ഒരു ദൃഢമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്ന ഇവർക്ക് ഇപ്പോൾ അതെന്ത് ചെയ്തു? ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള വിധേയത്വം പോലെ ഇസ്രായേൽ മക്കൾക്ക് യഹോവയായ ദൈവത്തോടൊരു വിധേയത്വം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഹോശേയ പ്രവചനത്തിലെ ആ വാക്യം വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. 2:14 വായിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവന കാലത്തിലെ പോലെയും അവൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെ പോലെയും ആരാകും? വിധേയയാകും. അടുത്ത വാക്യം. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല ഈശി ഭർത്താവെ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഗൗരവം പിടികിട്ടിയോ? അപ്പൊ മരുഭൂമി എന്തിനാണ്? ഇടയ്ക്ക് എവിടെയോ നമുക്ക് ദൈവത്തോടുള്ള വിധേയത്വം പോയി. നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തിയായി. പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല. അത്യാവശ്യത്തിന് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട്. ഉപവാസത്തിനൊന്നും വന്നില്ലേലും കുഴപ്പമില്ല. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, പണമുണ്ടെങ്കിലും ദൈവത്തോടുള്ള വിധേയത്വം കുറയരുത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഉള്ള പണം ഇല്ലാതെ വരാൻ, സീറോയെ വരാൻ അധികം സമയമൊന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, പണമാകരുത് നമ്മുടെ ദൈവബന്ധത്തെ നിയന്ത്രിക്കുന്നത്. പിടിപാടാകരുത് നമ്മുടെ ദൈവബന്ധത്തെ നിയന്ത്രിക്കുന്നത്. ഇന്ന് പകലിൽ ദൈവം നമ്മളെ എത്ര ഉയർത്തിയാലും ഉയർന്നോളൂ, കുഴപ്പമില്ല, അതിനകത്ത് അസൂയപ്പെടേണ്ട. പക്ഷേ ദൈവം നമ്മളെ ഉയർത്തുന്തോറും ദൈവത്തോടുള്ള നമ്മുടെ വിധേയത്വം കൂടണമെന്ന് തിരിച്ചറിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? പണം കൂടുമ്പം വിധേയത്വം കുറയരുത്. വീടിന്റെ നിലയുടെ എണ്ണം കൂടുമ്പം വിധേയത്വം കുറയരുത്. 10 പുത്തൻ നമ്മുടെ കൈ വരുമ്പോ വിധേയത്വം കുറയരുത്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മളെ നടത്തിയ ദൈവത്തോട് പുത്തൻ കൈ വരുമ്പോഴും വിധേയത്വം ഉണ്ടാകണമെന്ന് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരു വശത്തൊന്നും സ്തോത്രമേ ഇല്ല, ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരുന്നു. സ്തോത്രം. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിച്ചോ, പണമാകരുത് നമ്മുടെ ദൈവാശ്രയത്തെ നിശ്ചയിക്കുന്നത്. നമ്മുടെ പദവികളാകരുത് നമ്മുടെ ദൈവാശ്രയത്തെ നിശ്ചയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലായ്മയുടെ ഒരു കാലഘട്ടം നമുക്കെല്ലാം ഉണ്ട്. ആ ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ നിന്നും ഇത്രയും നമ്മളെ പൊക്കിക്കൊണ്ട് വന്ന ദൈവത്തോട് ഒരു വിധേയത്വം നമുക്കുണ്ടാകണമെന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകാൻ പാടില്ലായി ഒന്നുമില്ല. പിന്നെ അങ്ങനെ അങ്ങ് ഇരിക്കുക, കുഴപ്പമില്ല. സ്തോത്രം പറഞ്ഞില്ലേലും പ്രതികരിച്ചില്ലേലും ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിലോട്ട് കയറട്ടെ. എങ്ങനെയൊക്കെ നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റിയാലും, ഉലകത്തിലെ ഏത് കോണിൽ നമ്മളെ അയച്ചാലും, നമ്മെ ഉയർത്തിയ ദൈവത്തോടുള്ള വിധേയത്വം പോകരുത്.
നമ്മെ നടത്തിയ വഴികളെ മറക്കരുത്. നമ്മെ ഉയർത്തിയ ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറന്നൊരു ഏർപ്പാടിലും നിൽക്കരുത്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തന്നവൻ അടിക്കാൻ അറിയാം. അതുകൊണ്ട് പേടിപ്പിച്ച് പറയുകയല്ല, യഹോവ തന്നു. അപ്പൊ അതിനകത്ത് അർത്ഥം എന്നാ? ഇയ്യോബിന്റേത് എടുത്തില്ലേ? ഇയ്യോബിന്റെ അത്രയൊന്നും സമ്പന്നരായിട്ടുള്ള ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ ആ പുള്ളി വാപ്പരായില്ലേ, ചാരത്തിലിറങ്ങിയിരുന്നില്ലേ? അപ്പൊ ദൈവത്തിന് നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനൊന്നും അധികം സമയം വേണ്ട. ഇന്നത്തെ ധനവാൻ നാളത്തെ ദരിദ്രനാകാതിരിക്കാൻ ഒരു തടസ്സവും നമ്മൾ കാണുന്നില്ല. ഇന്നത്തെ ദരിദ്രൻ നാളത്തെ ധനവാനായിക്കൂടൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, സ്ഥിതിഗതികളെ മാറ്റിമറിക്കാൻ ഇന്നും ശേഷിയുള്ള ഒരു കർത്താവ് നമ്മുടെ കർത്താവ്. നമുക്കൊക്കെ പലയിടത്ത് ശക്തിയുണ്ട്, പക്ഷെ തിരിച്ചറിഞ്ഞു, നമ്മളാരും സർവശക്തന്മാരല്ല. നമ്മെ വിളിച്ച ദൈവം മാത്രമേ സർവശക്തനുള്ളൂ. ആ ചാരത്തിലോട്ട് പോയ മനുഷ്യനെ പിന്നെ എല്ലാം ഇരട്ടിയായി ദൈവം എന്ത് ചെയ്തു? കൊടുത്തു. അപ്പോ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള വിധേയത്വം എന്ത് ചെയ്യരുത്? സ്കേൽ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവാം. മുന്തിരിവള്ളിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: വളർന്നു പൊക്കം കുറഞ്ഞു. വളരുമ്പോ പൊക്കം കുറയുകയാണോ പൊക്കം കൂടുകയാണോ? സ്തോത്രം. ഒരു മുന്തിരി ചെടിയെ കുറിച്ച് പറയുന്നു വളർന്ന് പൊക്കം കുറഞ്ഞു. അതിനകത്തെ അർത്ഥം എന്നാ? ആത്മീയ അർത്ഥം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ദൈവം നമ്മളെ വളർത്തും തോറും നമ്മൾ പൊക്കം കുറയ്ക്കണം. എന്ന് വെച്ചാൽ ദൈവം നമ്മെ ഉയർത്തും തോറും നമ്മൾ അവന്റെ മുമ്പിൽ താഴണം. അങ്ങനെ താണാൽ ഈ വളർച്ച അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ മരുഭൂമി എന്തിനാണ്? പഴയ കാലഘട്ടത്തിലെ വിധേയത്വം എന്ത് ചെയ്തു? കുറഞ്ഞു. ആ വിധേയത്വത്തിലോട്ട് ഇവരെ മടക്കി വരുത്താനാണ് ഇവർക്ക് ഈ മരുഭൂമി അനുവദിച്ചത്. ശാന്തമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്തെ ഇല്ലായ്മയുടെ സമയത്തുള്ള വിധേയത്വവും ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ കർത്താവിനോടുണ്ടോ? അതോ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റിയപ്പോൾ ആ വിധേയത്വമൊക്കെ കുറഞ്ഞോ? അവരവർ ടെസ്റ്റ് ചെയ്തു. നിങ്ങൾ എന്നെ ഒന്നും നോക്കണ്ട, നമുക്കൊന്നും അറിയത്തില്ല. എന്നാൽ അവരവരെ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മുടെ ഇല്ലായ്മ നമുക്കറിയാം. നമ്മൾ എവിടെ നിന്നാണ് ഇത്രയും പൊങ്ങി വന്നത് നമുക്കറിയാം. ഇന്നലത്തെ നമ്മുടെ സ്ഥിതി നമുക്കറിയാം. ഇതെല്ലാം മാറ്റി തന്ന ഒരു ദൈവമുണ്ട്. എന്തെല്ലാം അവസ്ഥയ്ക്ക് ഭേദം വന്നാലും നമുക്ക് ദൈവത്തോടുള്ള വിധേയത്വം കുറയരുത്. അപ്പൊ ഒന്ന്, മരുഭൂമി കഴിഞ്ഞപ്പോൾ അവള് പണ്ടത്തെ പോലെ എനിക്ക് എന്താകും? വിധേയ ആകും. ഞാനൊരു ഭാഗം ഇവിടെ പറഞ്ഞു നിർത്തുക, ആ സമയം നമ്മുടെ മുമ്പിൽ കടന്നു പോയിരിക്കുന്നു. വായിച്ചു അടുത്ത ഭാഗം കൂടി. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല ഈശി ഭർത്താവേ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഉടയവൻ എന്നുള്ളതിനേക്കാൾ ദൃഢതരമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈശി, ഭർത്താവേ. സ്തോത്രം. ഒരു സ്ത്രീക്ക് ഒത്തിരി പേരെ അച്ചായാന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭർത്താവേന്ന് ഒത്തിരി പേരെ വിളിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇപ്പൊ സഭയിലുള്ള എല്ലാ അച്ചായന്മാരാ. അതാരാ? ഞങ്ങളുടെ സഭയിലെ അച്ചായന്മാരാ നിൽക്കുന്നേ എന്ന് പറയാൻ അതിനകത്ത് തെറ്റൊന്നുമില്ല. ഒരു കല്യാണത്തിന് പോകുമ്പം ഇതൊക്കെ ഞങ്ങളുടെ സഭയിലെ അച്ചായന്മാരാ എന്ന് പറയാം. പക്ഷെ ഒരാളെന്ന് പറയും ഇതൊക്കെയാ ഞങ്ങളുടെ ഭർത്താക്കന്മാരെന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞാൽ പോയി. അപ്പൊ എല്ലായിടത്തും കയറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദം, ഒറ്റയാളോട് മാത്രം കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഏർപ്പാടാണ് ഈ ഭർത്താവ് എന്നുള്ളത്. പിടികിട്ടുന്നുണ്ടോ? അന്നാളിൽ നീ എന്നെ ബാലി, ഉടയവനേ എന്നല്ല. സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ മാത്രമല്ല നമുക്കിന്ന് നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധമുള്ളത്. അവൻ നമ്മുടെ ഭർത്താവാണ്. കർത്താവ് മാത്രമല്ല, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നമ്മളെ എന്ത് ചെയ്തിരിക്കുക? കണ്ടോ? അത് അതിനേക്കാൾ ആഴമുള്ള ഒരു ബന്ധമാണ്. കരമുയർത്തി ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. അപ്പൊ എത്രയോ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു ഭാഗമാണത്. എല്ലാവരെയും കയറി അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. ഒറ്റയാളോട് മാത്രമേ ഭർത്താവെന്നുള്ള നിലയിൽ
ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇവർ വേറെ ഒത്തിരി ദൈവങ്ങളുടെ പുറകെയൊക്കെ പോയതാ ഇസ്രായേൽ മക്കൾ നേട്ടങ്ങൾക്ക് വേണ്ടി. പക്ഷേ അവരെ തമ്പുരാൻ മരുഭൂമിയിൽ കൊണ്ടുവന്നത് പലരുടെയും പുറകെ നടന്ന് ഇവർ ഒരാളോട് ബന്ധപ്പെട്ട ഒരു ദൃഢതരമായ ബന്ധത്തിലേക്ക് വരാൻ, ഭാര്യ ഭർത്തൃ ബന്ധം പോലെ അത്ര ആഴമുള്ള ഒരു ബന്ധം. 45-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം നമുക്ക് പരിചിതമായിട്ടുള്ള വാക്യമാണ്. അല്ലയോ നോക്കുക ചെവി ചായ്ക്ക, സ്വസനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. കല്യാണം കഴിക്കുന്നതിന് ആരോ ഒരിക്കൽ പറഞ്ഞ പോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഉള്ളൂ ഈ സൗന്ദര്യത്തിന് പ്രാധാന്യത. കഴിച്ചോരെങ്കിലും ഒന്ന് പറവല്ലോ. ഈ സൗന്ദര്യമൊക്കെ നോക്കുന്ന എവിടെയാണ്? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെയാണ്. മുടിയുണ്ടോ, പിന്നെ എല്ലാം സൗന്ദര്യം ഉണ്ട്, അതെല്ലാം. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വലിയ വിഷയമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും ദേവദാസൻ പറഞ്ഞു, ഈ കല്യാണത്തിന് മുമ്പുള്ള സൗന്ദര്യമൊക്കെ മറിച്ചു നോക്കാനേ കൊള്ളത്തുള്ളൂ. ആൽബം എടുത്ത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? അന്ന് മുടി ഉണ്ടായിരുന്നു, ഇന്ന് മുടിയില്ല. അതുകൊണ്ട് അന്നത്തെ കാര്യം ഓർത്തിട്ട് വല്ല കാര്യമുള്ളൂ? ഒരു കാര്യവുമില്ല. ഇന്ന് ചായ കുടിച്ച് അത്രേ ഉള്ളൂ. അപ്പൊ ഇതല്ല ഇതിന് മുമ്പുള്ള പരിപാടിയുള്ളൂ. പുറമേയുള്ള സൗന്ദര്യമെല്ലാം കല്യാണത്തിന് മുമ്പ് വരെ ഉള്ളൂ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറമേയുള്ള സൗന്ദര്യം അല്ല പ്രാധാന്യം, പിന്നെ സ്വഭാവമാണ് സൗന്ദര്യം. സ്വോത്രം എങ്ങനെയാലും ഒന്ന് നിർത്തി ജനറൽ ബോർഡിലോട്ട് കയറി ഭാഷ എന്നാണ് ഞാൻ നിർത്തുക പ്ലീസ്. അപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സൗന്ദര്യത്തിനല്ല പ്രാധാന്യത, പിന്നെ സൗന്ദര്യം എന്താകണം? സ്വഭാവമാണ് പിന്നെ സൗന്ദര്യം. ആരോ ഒരിക്കൽ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഒരു കട്ടൻ കാപ്പിക്കുള്ള വകുപ്പില്ലേ, പിന്നെ കൂടെയുള്ളത് കാവ്യാമാധവനാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? എല്ലാരും കേട്ടില്ല. അപ്പൊ കൂടെയുള്ള ആള് ഐശ്വര്യാറായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാപ്പിക്ക് വകയില്ലേ, പോയി. എന്തോ ഒരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ. സ്തോത്രം. അപ്പോ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വഭാവമാണ് സൗന്ദര്യം. വിധേയത്വം ഉണ്ടാകണം, അനുസരണം ഉണ്ടാകണം, എളിമത്വം ഉണ്ടാകണം, ഭർത്താവിനെ ശ്രദ്ധിക്കണം, കരുതണം. ഇതൊക്കെയാണ് പിന്നീടത്തെ സൗന്ദര്യം. സന്തോഷത്തോടെ ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ തൽക്കാലം നിർത്തുക, സമയമില്ല, അതുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ ഈ നിലയിലോട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം? വരണം. കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം. ഇന്ന് പാസ്റ്റർ എന്നാ പ്രസംഗിച്ചെന്ന് ചോദിച്ചപ്പോൾ കാവ്യാമാധവന്റെ കാര്യമാണെന്നൊന്നും പറയരുത്. സ്തോത്രം. ചിലരിപ്പോൾ ഉറക്കം തൂങ്ങിയിരുന്ന അത് മാത്രമേ കേട്ട് കാണത്തുള്ളൂ. ഞാൻ കാവ്യാമാധവന്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്, ഉദാഹരണം പറഞ്ഞതാ. സ്തോത്രം. അതിന് ഗൗരവമുള്ള കാര്യം എൻ്റെ പുറകെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കേൾക്കാവുള്ളൂ കേട്ടോ. സ്തോത്രം. വലിയിടത്തുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിച്ച് ഇതൊന്നും പറയരുത് പ്ലീസ്. കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിൽ കേൾക്കുക. ഉദാഹരണമെല്ലാം എന്ത് ചെയ്യണം? പഴം വാങ്ങിക്കുന്ന നല്ലതാ, തൊലി ആരും തിന്നാറില്ല. പഴം കഴിക്കാൻ നേരത്ത് നമ്മൾ തൊലി എന്ത് ചെയ്യും? കാര്യം മനസ്സിലാക്കാനുള്ള തൊലിയാ ഈ പറഞ്ഞ ഉദാഹരണമൊക്കെ. ഇതൊക്കെ പൊളിച്ചു കളഞ്ഞേക്കുക. കാര്യം നമ്മുടെ അകത്തോട്ട് കയറണം. കരങ്ങൾ ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൃഢതരമായിട്ടുള്ള ബന്ധത്തിലേക്ക്, ഉടയവനെന്നുള്ളതിൽ നിന്ന് കർത്താവേ എന്നുള്ള നിലയിലേക്ക് ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻ നമുക്ക് കർത്താവുമായിട്ട് ഉണ്ടാകാനാണ്. കുറേയധികം കാര്യങ്ങൾ ആ അധ്യായത്തിൽ കിടപ്പുണ്ട്. നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം ഒന്ന് പരിശോധിക്കാം. മനസ്സറിയാതെ ചിലതിനകത്ത് ദൈവം നമ്മളെ അകപ്പെടുത്തി. മരുഭൂമിക്ക് സമാനമായ ചില മേഖലകൾക്കകത്ത് നമ്മളെ അകപ്പെടുത്തിയത് എന്തിനാ? നമ്മളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ട ചിലത് മരുഭൂമിയിൽ അതുപോലെ തിരികെ തരാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. നമ്മൾ പേടിച്ച ചില താഴ്വരകളുണ്ട്, അതിനെ പ്രത്യാശയുടെ താഴ്വരകളാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മുടെ വിധേയത്വം എവിടെയോ നമുക്ക് കൈമോശം വന്നു. ആ വിധേയത്വത്തിലോട്ട് നമ്മളെ മടക്കിക്കൊണ്ടുവരാനാണ് ദൈവം നമുക്ക് മരുഭൂമി അനുവദിച്ചത്. പിന്നെയോ ഉടയവൻ എന്നുള്ള ഒരു നോർമൽ ബന്ധത്തിനപ്പുറം
ഭർത്താവ് എന്നുള്ള ഒരു ഡീപ്പായിട്ടുള്ള ആഴമായിട്ടുള്ള ഒരു റിലേഷനിലോട്ട് നമ്മളെ ഒന്ന് കൊണ്ടുവരാനാണ് നമ്മുടെ കർത്താവ് നമുക്ക് ചില മരുഭൂമികൾ അനുവദിച്ചത്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പരിശോധനകൾ ഞങ്ങൾക്ക് തരുമ്പോൾ അവിടുന്ന് എന്തുദ്ദേശിക്കുന്നോ അത് ഞങ്ങളിൽ പൂർത്തീകരിച്ച് പുറത്തു വരാൻ അങ്ങയുടെ കരങ്ങളിൽ വിധേയത്വത്തോടെ ഇരിക്കുവാൻ എളിയവർക്ക് കൃപ ചെയ്യണം. ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരത്തിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മൊത്തുവാ വെള്ളത്തിനായി കീഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ